Hey Cinephils, welcome back. അപ്പോൾ ഇത്തവണ ആക്ഷനും വയലൻസും ഒന്നുമില്ലാതെ ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനറുമായിട്ട് ഉണ്ണിമുകുന്ദൻ എത്തിയിരിക്കുകയാണ് ഗെറ്റ് സെറ്റ് ബേബി. അപ്പോൾ കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചു നോക്കാം. അപ്പോൾ ഗെറ്റ് സെറ്റ് ബേബി കണ്ടവർ നിങ്ങളുടെ ജെന്യൂൻ റെസ്പോൺസ് ഒക്കെ റിവ്യൂ ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിച്ചോ. നേരെ ഗെറ്റ് സെറ്റ് ബേബി റിവ്യൂലേക്ക്. ഒരു പ്ലോട്ട് ഒരു നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം കുറച്ച് സ്ലോ പേസ് ആവുന്നുണ്ട് എന്നിരുന്നാലും കുറച്ചും കൊണ്ട് പോകുമ്പം ക്യാരി ആവുന്നുണ്ട്. പിന്നെ ഉണ്ണിമുകുന്ദൻ നല്ല രസമുണ്ട്. സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? ഒരു മലയാളത്തിൽ അധികം വരാത്തൊരു സീരിയസ് സബ്ജക്റ്റ് അതെങ്ങനെയാണ്? അത് പറഞ്ഞ പ്ലോട്ട് കൊള്ളാം, പക്ഷേ ലൈക്ക് എനിക്ക് കുറച്ച് പ്രെഡിക്റ്റബിൾ ആയിട്ട് തോന്നി. എന്നിരുന്നാലും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അവർ. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു വയലൻസും ആക്ഷനും ഒന്നും ഇല്ല. ഫാമിലിക്ക് ഒരു ഫാമിലി മൂവി തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഫീൽ ഗുഡ് എൻഡിങ് അങ്ങനെയൊക്കെയാണ്. എൻഡിങ് നന്നായിരുന്നു. എല്ലാവർക്കും ഒരു ക്ലോസർ കൊടുത്തിട്ടുണ്ട് മൂവിക്ക്. ടോട്ടൽ ഒരു തിയേറ്റർ വാച്ച് സജസ്റ്റ് ചെയ്യും. ഫാമിലി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫീൽ ഗുഡ് മൂവി. സോഷ്യലി ഇച്ചിരി റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എടുത്ത് കൈകാര്യം ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇച്ചിരി അതെങ്ങനെ സീരിയസ് മോഡ് പിടിച്ചാണോ അതോ ഫണ്ണായിട്ട് എന്റർടൈനർ ഒരു ന്യൂട്രലായിട്ടാണ് പോയേക്കുന്നത്. എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഇച്ചിരി ഇമോഷണൽ ഡ്രാമ ഉണ്ട്. ഉണ്ണിമുകുന്ദൻ്റെ ആക്ടിങ്ങും കൊള്ളാം. അതായത് ഫണ്ണായിട്ടായാലും അല്ലെങ്കിൽ ഇമോഷണൽ സീരിയസ് റോൾ എല്ലാം കൂടെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് നമുക്കൊരു പ്രശ്നമൊന്നും നമുക്കൊന്നും തോന്നാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഫാമിലീസിനൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ കണക്ട് ആവുന്നത്. ഇപ്പൊ മക്കളുള്ളവർക്കും അവർക്ക് ഇപ്പോൾ കുറേ പേര് ഈ എന്താ പറയുക ഈ ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി തന്നെ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ചില ഫ്രെയിംസ് ഒക്കെ വളരെ ഭയങ്കര ലക്ഷറി ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ അവരുടെ ഒരു ഘട്ടം കഴിയുമ്പം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നൊരു വളർച്ചയുണ്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടാകുന്നൊരു വളർച്ചയുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ബ്രോ കൊള്ളാം ബ്രോ, കിടിലം മൂവിയാണ്. ഇതിലായിട്ടും എടുക്കാത്തൊരു വെറൈറ്റി സബ്ജക്റ്റാണ് ഉണ്ണിമുകുന്ദൻ പിടിച്ചേക്കുന്ന. സെക്കൻഡ് ഹാഫിൽ കുറച്ച് എമോഷണലി കണക്ട് ആവുന്ന സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം പക്കായിട്ട് വർക്കൗട്ടായി. ഫസ്റ്റ് ഹാഫ് കുറച്ച് കോമഡിയും കാര്യങ്ങളുമായിട്ടാണ് പോകുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് പക്ക ഒരു റൊമാൻറ്റിക് ടൈപ്പ് ആവുന്നുണ്ട്. ഒരു ഫാമിലി ഓഡിയൻസ് ഒക്കെ ഉറപ്പായിട്ട് ഏറ്റെടുക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം മാർക്കോ കണ്ടിട്ട് ഭയങ്കര വയലൻസ് ആയി പോയവർക്ക് ഈ സിനിമ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് പഴയ അയ്യപ്പനായിട്ട് വന്ന അയ്യപ്പനെ സ്നേഹിക്കുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും. പിന്നെ സെക്കൻഡ് ഹാഫിൽ അവരുടെ ഒരുപാട് ഇമോഷൻസും എല്ലാം പക്കായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഫാമിലിക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഫാമിലിക്ക് ഉറപ്പായിട്ടും വർക്കാവും. ഫസ്റ്റ് ഹാഫ് ഫുള്ള് നല്ല ഫണ്ണാണ്, എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സീൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, എങ്ങനെ മെസ്സേജ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? സീരിയസ് സബ്ജക്റ്റ് ഒക്കെ അല്ലായിരുന്നു, ഫീൽ ഗുഡ് എൻഡിങ് ആണോ? ഫീൽ ഗുഡ് എൻഡിങ് അങ്ങനെ ചോദിച്ചാൽ ജസ്റ്റ് ടിപ്പിക്കൽ ഒരു സാധാ ഒരു ഫീൽ ഗുഡ് മൂവിക്ക് വേണ്ട ടെംപ്ലേറ്റും അതിന്റെ ഒരു എലമെന്റ്സും കാര്യങ്ങളെല്ലാം തിയേറ്റർ എക്സ്പീരിയൻസ് സജസ്റ്റ് ചെയ്യും. തിയേറ്റർ എക്സ്പീരിയൻസ് ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യും. ഫാമിലി ഓഡിയൻസിന് ഒന്ന് കണ്ട ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ബാക്കിയുള്ളവരുടെ കാര്യം അറിയത്തില്ല. ഓക്കെ, ഗെറ്റ് സെറ്റ് ബേബി ഞാൻ കാണാമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലാതെയും ഒട്ടും ഹോപ്പില്ലാതെ കാണാമെന്നതാണ്. പക്ഷെ എനിക്ക് സിനിമ നല്ല രീതി ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്കെല്ലാം കാണാൻ പറ്റിയ നല്ലൊരു സിനിമ തന്നെയാണ്. ലൈക്ക് ഇതിൻ്റെ പോസിറ്റീവ്സ് എടുത്ത് പറയാനാണെങ്കിൽ ഇതിൽ ഉണ്ണിമുകുന്ദൻ്റെ ക്യാരക്ടർ ആർക്കും ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെല്ലാം ഉണ്ണിമുകുന്ദൻ്റെ ക്യാരക്ടർ ആർക്കും അതിന് നല്ല രീതിയിൽ അവർ ചെയ്തെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അയാളുടെ ക്യാരക്ടർ മാറുന്നതും ലാസ്റ്റ് അയാൾക്ക് വരുന്നത് സംഭവങ്ങളെല്ലാം തന്നെ. സ്റ്റോറി ഒക്കെ എങ്ങനെയുണ്ട് മുന്നേ വന്നിട്ടുള്ള ഈ ഒരു അതിനൊരു ടിപ്പിക്കൽ ഫീൽ ഗുഡ് സ്റ്റോറിക്ക് വേണ്ട ടെംപ്ലേറ്റ് സ്റ്റോറി തന്നെയാണിത്. പക്ഷേ അതിനകത്ത് അവർ ഉപയോഗിക്കുന്ന കഥാസന്ദർഭവും ക്യാരക്ടേഴ്സും എല്ലാം തന്നെ വ്യത്യാസമായിട്ടും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വിഷ്വൽസ് ആണെങ്കിലും നല്ല സീനറീസ് ആണെങ്കിൽ നല്ല റിച്ച് ആയിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുള്ളും ക്ലീനായിട്ട് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് സംഭവങ്ങളെല്ലാം. തട്ടിക്കൂട്ട് മൂവി അല്ല, നമ്മൾ തട്ടിക്കൂട്ട് മൂവിയൊന്നും അല്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കാണുന്നവർക്ക് ഇമോഷണലി പെട്ടെന്ന് കണക്ട് ആവും. ലൈക്ക് ബേബീസ് എന്ന് വെച്ചാൽ എല്ലാവരും വീക്ക്നെസ് ആണല്ലോ, അത് വെച്ചിട്ടും എല്ലാം നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ BGM സോങ്സ് ഒക്കെ ആണെങ്കിലും ആപ്റ്റായ രീതിയിൽ തന്നെയാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇമോഷണലി എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത് അവിടെ തന്നെ ഒരു BGM പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ഫീൽ ഗുഡ് ആണ്. പിന്നെ ഉണ്ണിമുകുന്ദൻ എന്ന് വെച്ചാൽ ആക്ഷൻ ഇല്ലാതെയും എന്ന് വെച്ചാൽ ലൈക്ക് ഫസ്റ്റ് ഹാഫിൽ ഒരു ചാംനെസ്സുണ്ടല്ലോ ഉണ്ണിമുകുന്ദൻ, അത് നല്ല രീതിയിൽ നമുക്ക് നല്ല കണ്ടുകൊണ്ടിരിക്കാൻ സുഖമാണ്. പിന്നെ അതിനുശേഷമുള്ള അദ്ദേഹത്തിന് ഗ്രേ ഷെയ്ഡും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കണ്ടിരിക്കാം. ഫാമിലി മൂവിയാണ്. ഫാമിലി മൂവിയാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ടോട്ടലി ഫാമിലി മൂവിയാണോ? ഫാമിലി ഇമോഷണൽ ആയിട്ടാണോ പോകുന്നത് അതോ ഫൺ കോമഡി? ഇമോഷണൽ ഫാമിലി പടമാണ്, കാണാൻ കൊള്ളാം. ഗുഡ്. ഓക്കെ, ഉണ്ണിമുകുന്ദന്റെ ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആയിരുന്നു. ഓക്കെ, സ്റ്റോറി ഒക്കെ എങ്ങനെയുണ്ട്? സ്റ്റോറി കൊള്ളാം, ഗുഡ്, കൊള്ളായിരുന്നു. സിനിമ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലതായിട്ടുണ്ട്. നല്ലതെ. എങ്ങനെയുണ്ട് സ്റ്റോറി? ഇമോഷണൽ ഫീൽ ഗുഡ് ഒക്കെ ആണോ? ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. ഫാമിലിക്ക് ഇഷ്ടപ്പെടും. പിന്നെ സബ്ജക്റ്റ് ഒക്കെ അല്ലായിരുന്നു, ആ ഒരു ഫീലൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അത്ര.